ഹലോ കൂട്ടുകാരി, വെൽക്കം ബാക്ക് ടു ചാനൽ ആവണി സോഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കല്ലേ? ഞാനിതാ സേഫ് ആയിട്ടിരിക്കുകയാണേ. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കൂട്ടുകാരി ഒരു ചെറിയൊരു ആഗ്രഹങ്ങൾ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ നടത്തിയേക്കണമല്ലോ. അപ്പോൾ നേരെ നമ്മൾ പറമ്പിലേക്ക് പോകണേ. അപ്പോൾ എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതേപോലെ തന്നെ കൂട്ടുകാർ നമുക്ക് ഒരിടയ്ക്ക് നമ്മുടെ പറമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുള്ളൊരു വൈറ്റ് കളറിലായിരുന്നു നമ്മുടെ പറമ്പിൽ ഒരു പാതി ഫുള്ളായിട്ട് തന്നെ. കാരണം എന്താ, നമ്മുടെ ഈ ഒരു കാപ്പിമരം ഫുള്ളായിട്ട് പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമാണല്ലോ. അപ്പോൾ നിറച്ചിങ്ങനെ മുല്ലത്തോട്ടത്തിലേക്ക് വരുന്നൊരു എഫക്റ്റ് ആയിരുന്നു നമുക്ക് നമ്മുടെ ആ ഒരു കാപ്പിയുടെ അടുത്ത് കൂടെയൊക്കെ പോകുമ്പോൾ. ഇപ്പം പക്ഷേ ഇതാ ആ ഒരു കാപ്പിയുടെ പൂവൊക്കെ പോയിട്ട് അതിതാ നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് കാപ്പിക്കുരുകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആട്ടോ. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മുടെ ആ ഒരു കാപ്പിക്കുരുവിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഒരു കാപ്പിക്കുരുവായി മാറുന്നത്. അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടോ. അപ്പോൾ ഇനി അധികം വൈകാതെ നമുക്ക് കാപ്പിക്കുരുവൊക്കെ ഉണ്ടായത് കാണാൻ പറ്റുമേ. അപ്പോൾ ഇതിലിങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൂ ഒരുപാടുണ്ടായാൽ പോലും ആ ഫുൾ പൂവ് നമുക്ക് പിടിക്കില്ല കേട്ടോ. അപ്പോൾ അതിൽ കുറേ പൂവൊക്കെ കൊഴിഞ്ഞ് പോയിട്ട് നല്ല ക്വാളിറ്റിയുള്ള പൂ മാത്രം നിന്നിട്ട് അത് അത്യാവശ്യം നല്ല രീതിയിൽ കാപ്പിക്കുരു ഉണ്ടായി. അപ്പോൾ നമുക്ക് നമ്മുടെ ആകാശം കയ്യെത്താത്ത ദൂരത്താണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തോട്ടിക്കത്തി എടുത്തിട്ടുള്ളത്. അല്ലാതെ നമുക്ക് എന്തായാലും പറിക്കാൻ എത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇത് പറിക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പറിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ പറിച്ചിട്ടിട്ട് വരാൻ വേണമെങ്കിൽ അതിൽ മുറം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഈവനിങ് ടൈമിലാട്ടോ പോകണം. അപ്പോൾ വെയിലിൻ്റെ ശക്തിയൊക്കെ നല്ല രീതിയിൽ താന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ കാറ്റും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ അങ്ങനെ പോവാം. അതേപോലെ തന്നെ കൂട്ടുകാർ നോക്കി, ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് നമുക്ക് അങ്ങേ അറ്റം വരെ ബ്ലോക്ക് വീട് നമ്മൾ നട്ടു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഇപ്പോൾ വളർന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഇത് മുറിക്കേണ്ട ഒരു സമയമാണ്. കാരണം നല്ല പശുക്കൾക്കൊക്കെ ആയാലും കൊടുക്കാൻ പറ്റിയൊരു പരുവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, നല്ല തളിരായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ പശു ഇല്ല. നമുക്ക് പശു ഉണ്ടായിരുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ കർമ്മിക്ക് വേണ്ടിയിട്ട് നട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പശു ഇല്ലാത്തൊരവസ്ഥയ്ക്ക് നമ്മുടെ മാമന് പശു ഉണ്ടല്ലോ താഴെ. അപ്പോൾ ആൾ വന്ന് വെട്ടാറുണ്ട്. അതേപോലെ നമുക്ക് പശു വളർത്തുന്ന വേറെയും കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് വെട്ടിയിട്ട് പോകാറുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മുടെ മുയൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാട്ടോ നമുക്ക് ഈ ഒരു പുല്ലിനോട്. അപ്പോൾ കൂടുതൽ നമുക്ക് മുരിക്കിൻ്റെ ചപ്പ് പോലത്തെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു പഞ്ഞിപ്പുല്ലിൻ്റെ പോലത്തെ ഒരു സംഭവം. അപ്പോൾ ആ ഒരു ചെടിയൊക്കെ ആട്ടോ ഞങ്ങൾ കൂടുതലായിട്ട് കൊടുക്കാറുള്ളത്. പിന്നെ ഇടയ്ക്കൊക്കെ ഇത് ഇട്ട് കൊടുക്കുന്നു മാത്രം. അപ്പോൾ ഒരുപാട് കിട്ടും അങ്ങേ അറ്റം വരെ. അത് നല്ല പച്ച കളർ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ തിങ്ങി നിൽക്കുന്ന ആ ഒരു പ്രത്യേക ഭംഗി തന്നെയാണേ. പൊതുവെ എല്ലാവരും ചക്കയുടെ ഒക്കെ ഒരു സീസൺ ആയിരിക്കും അല്ലേ. എന്തായാലും നമ്മുടെ ചക്കകളൊക്കെ ഒരു ഇടിച്ചക്ക പരുവത്തിൽ നിൽക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒരുവിധം ചക്കയൊക്കെ മൂത്ത് പഴുക്കാനാവുമ്പോഴാണ് നമുക്കിവിടെ ചക്കയൊക്കെ കാഴ്ച തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവരും ചക്കയൊക്കെ പഴുത്ത് തുടങ്ങിക്കാണല്ലോ. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക സ്റ്റേജിലായതുകൊണ്ട് നമുക്ക് എന്തായാലും ഇപ്പോൾ ചക്കയുടെ ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു ടൈം ആയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് ഈ ഒരു കാര്യം പറഞ്ഞ് വേറെ ഒന്നുണ്ടല്ലോ. നമുക്ക് ഒരുപാട് ഇങ്ങനെ ഇലകളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു മരം കണ്ടോ. ഇത് സാധാരണ മരമല്ല ഗൈസ്, ഇത് നമ്മുടെ ഇടഞ്ഞമരാണ്. അതായത് നമുക്ക് എന്തൊരു പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഒരു ഇലയെ കുറച്ച് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു ഇലയുടെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു പലഹാരം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്വാദും അതേപോലെ തന്നെ നല്ലൊരു മണവും കൂടിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ചക്കയുടെ കാര്യം പറഞ്ഞത് വേറെ ഒന്നല്ല കേട്ടോ. അപ്പോൾ ചക്കയുടെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇടഞ്ഞയിലയാണ്, ഇടഞ്ഞമരത്തിൻ്റെ ഇല. അപ്പോൾ അതിലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇടഞ്ഞ ഇല വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ, ഓടി പോകുന്നോളൂ. അപ്പോൾ ഒരുപാട് ഉണ്ട്, നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇല തന്നെ പറിച്ചിട്ട് പോവാം.
ചോട്ടിൽ നിന്ന് നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മുള്ളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ഇങ്ങനെ പോവുകയാണേ. അങ്ങനെ ഇതാ കൂട്ടുകാർ, ഫൈനലി നമ്മളിതാ ആ ഒരു കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഇങ്ങനെ മരങ്ങൾ ഉണങ്ങിയതിൻ്റെ ആ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട്, അത് ചുള്ളിക്കമ്പുകളൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് മുന്നായിട്ട്, അതായത് കഴിഞ്ഞ വർഷമായിട്ടാണെന്ന് തോന്നുന്നു, നമ്മൾ മരത്തിൻ്റെ കൊമ്പ് ഇറക്കിയിട്ടുണ്ട്. അതായത് നമുക്കിങ്ങനെ കാനലൊക്കെ വരുന്ന സ്ഥലം നോക്കിയിട്ട് നമ്മൾ ഇറക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നോക്ക് നന്നായിട്ട് പെട്ടെന്ന് തൊടുമ്പത്തേനും ഒടിയുന്നുണ്ട്. അത്രത്തോളം വെയിലിൻ്റെ ശക്തിയായിരുന്നല്ലോ. അപ്പോൾ ഇതൊരു നല്ല രീതിയിൽ ഉണങ്ങി കിടക്കുകയാണ്. പിന്നെ അതൊക്കെ നമുക്ക് പെറുക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കത്തിക്കാം കേട്ടോ. കാരണം നമ്മളിപ്പോൾ വിറകടുപ്പിലൊക്കെയാണല്ലോ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് എത്ര ചൂട് എന്തൊക്കെയാണെങ്കിൽ നമ്മുടെ ഒരു ക്ലൈമറ്റ് രാവിലത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അട്ടപ്പാടിയിൽ എപ്പോഴും അത്യാവശ്യം തണുപ്പുള്ള ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ രാവിലെ നമുക്ക് ഇതേപോലത്തെ ഉണക്ക ചപ്പൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഉണക്ക വിറകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീ കത്തുമല്ലോ. അപ്പോൾ വന്നതൊന്നുമല്ല, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പറങ്കിയൻ്റെ ഇടില്ല. അപ്പോൾ പറങ്കി മാവിൻ്റെ അടുത്താട്ടോ, കശുമാവ് പറങ്കി മാവ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിവിടെ രണ്ടും പറയാറുണ്ട്. അപ്പോൾ ഓരോ നാടുകളിലേക്ക് ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ഈ ഒരു കശുമാവിൽ കുറച്ച് നമ്മുടെ കശുവണ്ടി ഉണ്ടല്ലോ, അപ്പോൾ അത് നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട് നമുക്ക് പറങ്കി മാങ്ങ. അപ്പോൾ ആ പഴുത്തിട്ട് അതിൽ നല്ല രീതിയിൽ തന്നെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും അതിന് നമുക്ക് കുറച്ച് നല്ല രീതിയിൽ പഴുത്ത് നോക്കിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതേപോലെ തന്നെ കുറച്ച് താഴെക്കൂടെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും നല്ല നോക്കി ഒന്ന് കുറച്ച് എടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് കശുമാങ്ങ പറിച്ചെടുക്കാമല്ലേ കൂട്ടുകാരെ. ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ പഴുത്ത് നിൽക്കുവാണേ. തൊട്ടതേ ഉള്ളൂ കേട്ടോ, അപ്പോഴത്തേനും വീണിട്ടുണ്ടേ. നല്ല രീതിയിൽ പഴുത്തിരിക്കുകയാണല്ലോ. ഇവിടെ ഒരെണ്ണം പഴുത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പറിച്ചെടുക്കണം. ഇവിടെ ഒരു പഴുത്തതുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഈ മരത്തിൽ ഒരുപാട് നിസറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കശുമാങ്ങ പറിക്കുന്നതിൻ്റെ കൂടെ ഈ ഒരു കമ്പും ചില ഇങ്ങനെ ഇളകണം. അപ്പോൾ അതിൻ്റെ കൂടെ ഉറുമ്പിൻ്റെ ആ ഒരു കൂടുകളും കുറേ താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മുകളിലേക്കൊക്കെ കൈ കൂടെയൊക്കെ ഓരോന്ന് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. നിസറാണെങ്കിൽ നല്ല രീതിയിൽ കടിക്കുകയും ചെയ്യുമല്ലോ. ഈ ഒരു കശുമാവിൻ്റെ മരം അത്യാവശ്യം നല്ല ഇതിനെ ഹൈറ്റിലാട്ടോ പോയിട്ടുള്ളൂ. അപ്പോൾ താഴേക്ക് അങ്ങനെ വലിയ രീതിയിൽ കമ്പും ജില്ലയൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം ഹൈറ്റിലായതുകൊണ്ടാണ് ഞാൻ വരുമ്പോൾ തോട്ടി എടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു തോട്ടിക്ക് നമ്മൾ പഴുത്ത കുറച്ച് പഴങ്ങളൊക്കെ പറിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി എടുക്കട്ടെ. കാരണം നമുക്ക് കൈ വെച്ച് പറിക്കാനുള്ളത് കുറവാണ്, എല്ലാം മുകളിലേക്കാണല്ലോ. എന്തായാലും എല്ലാം ഒന്ന് പെറുക്കട്ടെ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ചുണ്ട് പെറുക്കാൻ. അതേപോലെ തന്നെ കൂട്ടുകാരെ നമ്മുടെ പറമ്പിൽ പൊതുവെ കശുമാവിൻ്റെ മരങ്ങൾ വളരെ കുറവാണ്. 1-2 മരങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ വാഴയും അതേപോലെ തന്നെ കുരുമുളക്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കശുമാവിൻ്റെ തൈയൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചോല ഇറക്കാനുണ്ടാവും. കാരണം ഒരുപാട് ഇങ്ങനെ പടർന്ന് നിൽക്കുകയുള്ള പൊതുവെ നമ്മുടെ കശുമാവിൻ്റെ മരങ്ങളൊക്കെ. അപ്പോൾ ഈ വാഴയ്ക്കായാലും അതേപോലെ തന്നെ നമ്മുടെ കൊടിക്കൊക്കെ ആണെങ്കിലും ഒട്ടും തന്നെ ചോലയൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് അങ്ങനെ നമ്മുടെ കശുമാവിൻ്റെ മരങ്ങളൊന്നും നട്ടുപിടിപ്പിക്കാത്തത്. നമുക്ക് വേണ്ട കശുവണ്ടി നമ്മളിതാ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചുറ്റിലും കുറച്ച് കിടക്കുന്നുണ്ടായിരുന്നു ആ മരത്തിൻ്റെ ചോട്ടിലൊക്കെ. അപ്പോൾ അതിൽ കുറച്ചൊക്കെ കിളികളൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അത് നമ്മൾ നല്ലത് മാത്രം കുറച്ച് എടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ പോകുമ്പോൾ നമ്മുടെ അവനെ കൂട്ടി നടക്കാനുള്ള ഭയങ്കര ആകാംക്ഷയിലല്ലേ പോയത്. ആള് നടന്ന് സൈഡായിട്ട്. അപ്പോൾ ഇതാ അമ്മ എടുക്കുന്നതാ എൻ്റെ തോളത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പതുക്കെ വീട്ടിലേക്ക് പോവാം കേട്ടോ. വീട്ടിൽ പോവാ. എങ്ങോട്ടാ പോണേ? പറങ്കിമാങ്ങ അങ്ങനെ നമ്മൾ പറങ്കിമാങ്ങയൊക്കെ പറിച്ച് വന്ന് കുറച്ച് നടക്കാൻ വേണ്ടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ മടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കുറച്ചൊന്ന് ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് കഴിച്ച് നമുക്ക് നമ്മുടെ മുയൽക്കുഞ്ഞിന് തീറ്റ കുറച്ച് കുറവാണ്. അപ്പോൾ എന്തായാലും വന്നതല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പറമ്പിൽ ഒരുപാട് മുരിക്കിൻ്റെ ചപ്പും ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും അതും കൂടി ഒന്ന് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ഇരിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നല്ല തണുത്ത കാറ്റും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് മടുത്തിട്ടൊക്കെ ഇങ്ങനെ നല്ല തണുത്ത കാറ്റ് കൂടി അടിക്കുന്ന നല്ലൊരു അടിപൊളി വൈബ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമുക്കിവിടെ കുറച്ച് ചാക്കുകൾ കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിലേക്ക് നമ്മൾ ഈ വർഷം ഇറക്കിയിട്ടുള്ള നമ്മുടെ ആട്ടിൻകാഷ്ടാണ്. അപ്പോൾ നമ്മുടെ കൊടികൾക്ക് മേലത്തിനൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പണിക്ക് ആളെ കിട്ടണം. അപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളിത് ഫുള്ളായിട്ട് നമ്മുടെ പറമ്പിലേക്ക് നമ്മുടെ വിളകൾക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ചെരുപ്പ് എവിടെ?
ഒരാളിതാ ഇവിടെ ചെരുപ്പൊക്കെ ഒരെണ്ണം ഊരി റോട്ടിലെടുത്ത് ചെരുപ്പ് കാണുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണേ. ചെരുപ്പ് എവിടെ പോയി? സ്വത്തിൻ്റെ ഒരു ചെരുപ്പ് എവിടെ? എന്താ ഇപ്പോൾ ഇവിടെ ഇരിക്കണേ? മടുത്തോ? ഇന്ന് ഞാൻ എടുത്തിട്ട് വന്നതല്ലേ, പിന്നെ ഞാൻ എങ്ങനെ മടുത്തു? ചെരുപ്പ് അതാ അവിടെ കിടക്കുന്നു. കണ്ടേ, ചെരുപ്പ് പോയി എടുത്തിട്ട് വാ. എടുക്കുവോ? അവൾക്ക് വയ്യ ചെരുപ്പ് എടുക്കാൻ. അമ്മ എടുത്തിട്ട് വരണോ? നമുക്ക് ചെരുപ്പ് എടുത്തിട്ട് നമ്മുടെ മുയലിന് ചപ്പ് കെട്ടാൻ പോവാ. വാ. ചെരുപ്പ് എവിടെ? ഓടിപ്പോയിട്ട് എടുക്കണം. എടുക്കുവോ? എങ്ങനെ ഓടുക? അങ്ങനെയാണോ ഓടുക? ചാടണ്ട, താഴെ വീഴും. ചെരുപ്പ് എടുത്ത് തരാം, അമ്മ എടുത്ത് തരാം കേട്ടോ. നോക്കിയ കൂട്ടുകാർ, നമുക്ക് ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് നമ്മുടെ മുരിക്കിൻ ചപ്പ് നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് മുരിക്കിൻ ചപ്പ് ഇറക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ മുയലുള്ളതുകൊണ്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എടുക്കാറുള്ളതുകൊണ്ടും നമുക്കിതാ കുറച്ച് ഭാഗം അങ്ങനെ തന്നെ അങ്ങ് ക്ലീൻ ആകുമല്ലോ. അപ്പോൾ മുയലിന് ഞാൻ ഈ അറ്റം വരെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യം. എന്നാൽ നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു അറ്റം ചേർത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് നല്ല രീതിയിൽ ക്ലീനായി കിടക്കുമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്തത് വരും. എന്തോ ഫസ്റ്റ് കണ്ടില്ല. അപ്പോൾ ഈ ഒരു നമ്മുടെ മുരിക്കിൻ്റെ ചപ്പ് ഈ ഒരു ലെവലിൽ ഇറക്കിയിട്ട് അപ്പോൾ ഇത്രയും ഭാഗത്തോളം ക്ലീൻ ആയി കിടക്കും അല്ലേ. ഇപ്പോൾ കെട്ടിയിട്ടതൊക്കെ അതിൻ്റെ ചോട്ടിൽ കൂടെ ഇങ്ങനെ കിടക്കണം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണത്. അപ്പോൾ കൊണ്ടുപോകാൻ പാകത്തിനൊന്ന് നമുക്കൊന്ന് കറക്റ്റ് ലെവലൊന്ന് വെട്ടിയെടുക്കാം. ഇതിൻ്റെ ഇത്രയും കണ്ടൊന്നും നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്തിനാ വെറുതെ ചുമക്കുന്നതല്ലേ. അതൊക്കെ നമുക്ക് ഇവിടെ ഇട്ടിട്ട് പോവാം. കുറച്ച് മുന്നിട്ട് നമുക്ക് ഇറക്കാൻ വേണ്ടി ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് അധികം വൈകാതെ ഒന്ന് ഇറക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു കറക്റ്റ് ടൈമിൽ അതൊന്നും ഇറക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ അടിയിലുള്ള വിളകളൊക്കെ കാനലിൻ്റെ ഉള്ളിൽ പോയിട്ട് സൂര്യപ്രകാശം ഒന്നും പ്രോപ്പറായിട്ട് കിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ ആ ഒരു വളർച്ചേനെയൊക്കെ ബാധിക്കും ആ ഒരു വിളകളുടെ. ഇതിപ്പോൾ നമുക്ക് 2 ദിവസം കൊടുക്കാനുള്ള മുരിക്കിൻ്റെ ചപ്പുണ്ടേ. കാരണം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് ചോറും വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് മുരിക്കിൻ ചപ്പ് മാത്രമല്ലല്ലോ. അതായത് നമ്മൾ വെട്ടി ഒതുക്കിയിട്ടുള്ള നമ്മുടെ മുരിക്കിൻ്റെ ചപ്പൊക്കെ കൊണ്ടുപോകാൻ പാകത്തിനൊന്ന് കെട്ടിയിരിക്കുകയാണ്, ഒന്ന് ഒതുക്കി കെട്ടിയിരിക്കുക കേട്ടോ. കാരണം നമുക്കിനി ഒരു സാധനം കൂടി കൊണ്ടുപോകാണ്ട്. നമ്മൾ നേരത്തെ പ്രാവശ്യം നമ്മുടെ കശു മാങ്ങയുണ്ടല്ലോ, കശു മാങ്ങ എടുക്കണമല്ലോ. എന്തോ അപ്പൊ നമ്മൾ കൂടുതൽ നമ്മുടെ തോട്ടിക്കത്തി ഞാൻ പറമ്പിൽ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇനി അധികം വൈകാതെ തന്നെ ആ ഒരു മുരിക്കിൻ്റെ ചപ്പുകളൊക്കെ ഒന്ന് ഇറക്കി എടുക്കാണല്ലോ. അപ്പോൾ എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇനി ആവശ്യം വരും. കയ്യോടെ കെട്ടൊന്ന് അയച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിരുന്ന് ആവിക്കില്ലല്ലോ. അപ്പോൾ ആ കെട്ടൊന്ന് അയച്ചിട്ടുണ്ട്. ആണ് പിള്ളേർ ഇവിടെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഞാൻ പോണതിന് മുന്നേ കുറച്ച് ചപ്പൊക്കെ ഇട്ട് കൊടുത്താണ്. അപ്പോൾ കെട്ടിയിട്ടാണ് കൊടുത്തുള്ളത്. അപ്പോൾ കെട്ടി കൊടുത്തുള്ളത് വിറ്റിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടി ഉണ്ട്, ഇതൊക്കെ കഴിക്കും. ഇതൊക്കെ കഴിച്ചാൽ അടുത്ത് തരുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് നല്ല ഹാപ്പി ആയിട്ട്, കാരണം അവർക്കുള്ള അടുത്ത് തീറ്റ എത്തിയിട്ടുണ്ടല്ലോ. വെള്ളമൊക്കെ ഇതാ കുടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇനി വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. എന്നാലും കുറച്ച് ഉണ്ടാക്കുകയൊന്നും ചെയ്യാനുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ. അവർ മാത്രമല്ല, എന്താണ് ഇവിടെ തീറ്റ എന്തായി, ഇവിടെ കുറച്ച് തീറ്റയൊക്കെ ബാലൻസ് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ചു എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തരാം. അവരിതാ വെള്ളമൊക്കെ അവർക്ക് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവർക്കിപ്പോൾ വെച്ച് കൊടുക്കേണ്ട വെള്ളം. എന്തായാലും കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം വെച്ച് കൊടുക്കാണ്ട്. അതൊന്ന് നമുക്ക് വെച്ച് കൊടുക്കാം.
കൊടുത്തിട്ടുള്ള ചപ്പൊക്കെ നമ്മുടെ മുയൽ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് നമ്മുടെ ഒരു വാഴക്കൊല, നമ്മുടെ ഫസ്റ്റ് നമ്മൾ വെട്ടാൻ പോകുന്നത് നമ്മുടെ നേന്ത്രക്കൊലയാണ്. അപ്പോൾ നന്നായിട്ട് മൂത്തിട്ട് 2 കായോളം പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ കിളിയൊക്കെ കൊത്തിക്കൊണ്ടുപോകും. അപ്പോൾ ഇപ്പോൾ പൊതുവെ ഇവിടെ വാഴക്കൊലയൊക്കെ വെട്ടുന്ന ഒരു സീസണായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് 1-2 കൊലകളൊക്കെ ആയിട്ട് ഇങ്ങനെ അത്യാവശ്യം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെട്ടാൻ പോകുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൂത്ത കൊലയാണ്. എന്തായാലും അത് നമുക്ക് വെട്ടിയെടുക്കാം അല്ലേ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തൊരു 3-4 വാഴ മറിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിൻ്റെ ഇടയ്ക്ക് 2 ദിവസം മുന്നേ നമുക്ക് നല്ല രീതിയിൽ തന്നെ ശക്തിക്ക് കാറ്റിങ്ങനെ ആഞ്ഞടിക്കുമായിരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട കൂട്ടുകാർക്ക് അറിയാമായിരിക്കും കാറ്റിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് കവുങ്ങൊക്കെ ആണെങ്കിലും ഒരു കവുങ്ങിൻ്റെ തല പോയി മറ്റേ കവുങ്ങിൻ്റെ മണ്ടയിൽ അടിക്കുന്ന അത്രയും ശക്തിക്കാട്ടോ കാറ്റ് ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാറ്റിൻ്റെ ശക്തിയിൽ വീണിട്ടുള്ള നമ്മുടെ വാഴയാണ്. അപ്പോൾ അത്യാവശ്യം കൊലയ്ക്കാനായിട്ടുള്ള വാഴയുണ്ട്, അതേപോലെ തന്നെ ചിലതൊക്കെ കൊലച്ച വാഴകളുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമുക്ക് ഇതേപോലെ തന്നെ വീഴുമ്പോൾ, കാരണം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് അത് ഓർത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ തന്നെയാണ് നമുക്ക് അടുത്ത് നമ്മുടെ ഇപ്പോൾ മൂത്ത് നിൽക്കുന്ന ഒരു കൊല വെട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വർഷത്തെ നമ്മൾ വാഴ വെച്ചുള്ള ഫസ്റ്റ് കൊലയായിട്ട് നമ്മൾ വെട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ ഉണ്ട്. കിട്ടിയില്ല, എന്നാലും സേഫ് ആയിട്ട് തന്നെ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് കത്തി ഒന്ന് എടുത്തിട്ട് ഒന്ന് വെട്ടിയെടുക്കാം. കയ്യിലേക്ക് പിടിക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഞാനിത് വെട്ടിയിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, ഒന്നും പറ്റാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൊലയിൽ നമുക്ക് ഒരു 3-4 കായ് കിളി നന്നായിട്ട് കഴിച്ചു പോയിട്ടോ. കാരണം നന്നായിട്ട് ആ ഒരു വാഴയിൽ നിന്നിട്ട് മൂത്തിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അവശേഷിക്കാൻ ഒരു ഭാഗം പോയില്ല കേട്ടോ. ഫുള്ളായിട്ട് തീർന്നിട്ട് ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. അതേപോലെ 3 കായ കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കളയട്ടെ. അങ്ങനെ നമ്മൾ വാഴക്കൊലയൊക്കെ വെട്ടിയിട്ട് വാഴക്കൊല എടുത്തിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഈ ഒരു വാഴക്കൊലയുടെ കറ പോകാനൊന്ന് വെക്കണം. എന്നിട്ട് നമുക്ക് വാഴക്കൊലയുടെ പടലൊക്കെ ഒന്ന് അരിഞ്ഞൊന്ന് മാറ്റാം. നമ്മൾ നിൽക്കുന്നതിൻ്റെ അവിടെ കുറച്ച് അലകൾ നമ്മളിതാ കവുങ്ങിൽ നിന്ന് പൊളിച്ചെടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു ഇതൊക്കെ ചെത്തി ആരൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ അലകൊക്കെ നമ്മളിപ്പോൾ വെട്ടിയിട്ടുള്ളത് നമ്മുടെ മുയൽ കുഞ്ഞുങ്ങൾക്കുള്ള കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാരണം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു ചെറിയ കൂടാണല്ലോ. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും അത് പ്രസവിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും അത്യാവശ്യം വലിയ കൂട് തന്നെ വേണമല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അത്യാവശ്യം നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ഒരു കൂടുണ്ടാക്കാൻ വേണ്ടി പോകാനാണ് നമ്മൾ അത്രയും വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി കുറച്ചുകൂടി ഉണ്ടോ നമ്മൾ പറമ്പിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഭാവിയിൽ നമ്മൾ അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിളക്കൊക്കെ വെക്കാനുണ്ട്. അതേപോലെ രാവണിക്കുട്ടിനെ കുളിപ്പിച്ചിട്ടില്ല. നമ്മൾ ഓരോ പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ രാവണിക്കുട്ടിനെ കുളിപ്പിച്ച് ഞാനൊന്ന് കുളിച്ച് നമുക്ക് വിളക്കൊക്കെ കത്തിക്കാനുണ്ട്. അതായിട്ട് വേണം നമുക്ക് ചായ കുടിക്കാൻ. അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഇടും. അപ്പോൾ അതുകൊണ്ട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ഇട്ട് കാണുന്നവരെ ബൈ പറ. Bye.